എടി അച്ചാമ്മ ഉറങ്ങിയത് മതി, ഇറങ്ങ്. ആലീസ്, അന്നമ്മ, ആനി, ആൻസി, അൽഫോൺസ്, ബാബകളെ. മുറിച്ചടിക്ക് മോനെ ഇക്കട അലുവ തക്കാളി കളയണ പോങ്ങ നല്ല ഒന്നാം തരം അണ്ടിപ്പരിപ്പിടാത്ത അലുവ ഇരിക്കപ്പോഴാ. മുറിച്ചിടിക്കും മോളെ. പടച്ചോനെ, ഓനൊന്ന് ചിരിച്ചു കണ്ടല്ല. ഇനി ഇക്കാക്ക് മയ്യത്തായാലും വേണ്ടൂല. ചാമേച്ചി, ഇതൊക്കെ അവന്റെ ഒരു പടക്ക. പിന്നെ ചിരിച്ചോ ചിരിച്ചോ, ഇന്ന് 5 ഏക്കർ ആഞ്ഞിലിമൂട് കിട്ടുകയല്ലേ, നമുക്കോ ഇല്ല. ചുമ്മാ ഏറ്റി പോടാ. എന്തുവാടേ ചൂട് പുള്ളി. ഉണ്ണേട്ടാ, ഈ ചാമേച്ചി കുഞ്ഞിപ്പാപ്പയുടെ ഈ ചാമേച്ചിക്ക് വരാൻ പറഞ്ഞു. തള്ളേ, നിങ്ങളുടെ കുഞ്ഞാങ്ങളെ കൊടുത്തു വിട്ടിരിക്കുന്നതേ. വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളോട് വേണമായിരുന്നു ഉണ്ണേട്ടാ. ഇത് മോശമായി പോയി. എന്റെ അമ്മയ്ക്ക് മണ്ണുണ്ട കൊടുക്കാൻ താൻ കൂടെ കൂട്ടുന്നല്ലേ? ഇളക്കത്തിന് നേരം നീക്കുന്ന തണ്ടി വരലില്ലേ? അത് കൊത്തി വേണ്ട. ഞാൻ കാരണം എന്റെ ഉണ്ണിയമ്മയുടെ തളർത്തി ചോര വീഴുന്നു. വേണ്ട പാത്ത, വേണ്ട വേണ്ട. ഇവനെ കൊല്ലാൻ വണ്ടിക്ക് ബോംബ് വെച്ച പമ്മയുടെ മോനെ മമാലിക്ക വേണ്ട. ഹോ, ചില്ലും കൂട്ടി കയറ്റി വെക്കേണ്ട പ്രതിഭാസാടാ നിന്റെ തന്ത. ഈ ചാമച്ചയ്ക്ക് മണ്ണുണ്ടാണെങ്കിൽ എന്റെ ജോജോ വാച്ചിടക്ക് ഏറുപടക്കായിരിക്കും. ഉണ്ണിയമ്മ, എനിക്കും ഉണ്ടടാ കസേര, കുറച്ച് ചെറുതായി പോയെന്നേ ഉള്ളൂ. നെറിവിന്റെ ആദ്യത്തെ അക്ഷരം അറിയാത്തവനെ, നീ ശ്വസിച്ച ശ്വാസത്തിന്റെ മുൻപിൽ പോലും ഇനി ഉണ്ണി നിൽക്കില്ല. സൂര്യനാട്ട് ഇട്ടിയവര മകൻ സൂര്യനാട്ട് കുഞ്ഞും ചെലമ്പിക്കുന്നൽ പാലോളി മഠം ശങ്കുണ്ണി വൈദ്യൻ മകൻ ഉണ്ണി വാര്യരും തമ്മിൽ ആജീവനാന്തം ഇന്ന് ഇവിടെ വെച്ച് പിരിയുന്നു. വക്കീൽ സാക്ഷി. ഏതാണ്ട് 56 ഓണം ഒരുമിച്ച് ഒരേ ഇലയിലുണ്ട് നമുക്ക്. ഇനിയൊരു ഓണം ഒരുമിച്ചില്ല. നിന്റെ വീട്ടിൽ ഇനിയൊരു പെസഹ അപ്പത്തിന് ഈ ഉണ്ണി വരില്ല. ഞാൻ മരിച്ചാൽ നീ എന്റെ വീട്ടിൽ കണ്ണോക്കിന് വരികയോ ഞാൻ ആഗ്രഹിച്ചതുപോലെ വായ്ക്കലിടുകയോ ചെയ്യരുത്. ആദ്യം നീയാണ് മരിക്കുന്നതെങ്കിൽ നിന്റെ കുഴിയിൽ എന്റെ കൈകൊണ്ട് ഒരു മൺതരി വീഴില്ല. ഒരു കണക്ക് കൂടി ബാക്കിയുണ്ട്.
കഴിഞ്ഞുപോയ എന്റെ ഷഷ്ടിപൂർത്തിക്ക് നീ തന്ന തങ്കത്തിൽ തീർത്ത രുദ്രാക്ഷം തിരിച്ചേൽപ്പിക്കുന്നു. വെൽഡൻ ഉണ്ണിയമ്മ വെൽഡൻ. കാശിന് മേൽ പൊരുന്നയിരിക്കും വൃദ്ധൻ. ടർക്കിക്കോഴി കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും ഈ കുരുടൻ ധൃതരാഷ്ട്രൻ. നീ പറഞ്ഞതൊക്കെ വരവച്ചിരിക്കുന്നുണ്ടേ. പോടാ. ആ എടാ അമ്പുവേ, 5 ഏക്കർ മണ്ണിന് അവള് കൽപ്പിച്ച വില എന്റെ മകന്റെ ജീവനാടാ. ആ അവക്ക് കുഞ്ഞിട്ട വില 3 മക്കളെ അവളെയും കൂട്ടി 4 മണ്ണുണ്ടേടാ. ആ പാണ്ഡ്യയുടെ പുറകെ കുഞ്ഞിപ്പാപ്പ ആർക്ക് വേണ്ടിയാ പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതെന്റെ മകൻ ഇപ്പൊ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നീ ഒരപ്പനാവണം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരപ്പനാവണമെന്നില്ല. ഒരുമിച്ച് വളർന്ന മാത്രം എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോ ഞാനൊന്ന് വേദനിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പൻ ഈച്ചാമ്മച്ചിക്ക് മണ്ണുണ്ട കൊടുത്ത് വിട്ടത് കണ്ടപ്പോ ചങ്കില് പിച്ചാത്തി പിടി വരെ ഇറങ്ങി. അപ്പൻ എന്റെ കോലം കെട്ടി കുഴിച്ചിട്ടപ്പോഴും അന്ന് ആ കുഴി തള്ളിയിട്ടപ്പോഴും നഷ്ടപ്പെടുത്തി എനിക്ക് തന്ന മണ്ണിനെ ഓർത്തുള്ള എന്റെ മനസ്സിന്റെ വിങ്ങല് അപ്പൻ കണ്ടിട്ടില്ല. ഈച്ചാമ്മച്ചിക്ക് അപ്പൂപ്പൻ കൊടുത്ത ഭൂമി അപ്പൻ തിരുത്തെഴുതിയില്ലേ? ഇന്ന് ഉണ്ണിയമ്മയെടുത്ത് സത്യം അറിഞ്ഞപ്പോ ഞാൻ എന്റെ പെങ്ങളോടൊരു തീരുമാനം എടുത്തു. എന്നെ ആട്ടുകല്ലയിൽ അടച്ചാണേലും ഞാൻ അവളുടെ കല്യാണം നടത്തുന്നു. മിണ്ടാതെ ചെയ്യടാ. എന്റെ എല്ലുപൊടിക്ക് അപ്പന്റെ മണ്ണിനേക്കാൾ വിലയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോടാ. ഒടുക്കത്തെ കനവാണല്ലോടാ ഈ പെട്ടിക്ക്. ഓക്കുമരത്തിന്റെ ഇറ്റാലിയൻ പെട്ടിയാ. ഇറ്റാലിയൻ പെട്ടി ആദ്യമായിട്ടാ തോമായുടെ കളത്തിൽ ഇറങ്ങുന്നത്. ഇതുമേ ഞാനൊരു 15 ഒപ്പിക്കും. അപ്പൊ 50ആയി. സൂസി മോക്കുള്ള എന്റെ വകയായി. തോമച്ചായ, ഇറ്റാലിയൻ പെട്ടിക്കകത്ത് ഫോൺ അടിക്കുന്നു. പെട്ടിക്കകത്തൊന്ന് ഫോൺ ബെല്ലടിക്കുന്നു. ചത്തവൻ ബില്ലടച്ചിട്ടുണ്ടാവില്ല. നീ തുറക്കടാ. കൊച്ചനോ ചത്തായിരുന്നോ? താൻ പിണ്ടിപ്പെരുന്നാളിലെ കുഴിവെട്ടുകാരൻ റമ്മൂപ്പി കൊടുത്ത അന്ന് പോലെ നോക്കി കിടക്ക. ഇങ്ങനെ പെട്ടി കയറി വരണമായിരുന്നു. ദുഷിഷ്ട ഇടവക്കാരെ മുഴുവൻ ഞാൻ വിളിച്ചു വരുത്തിണ്ടാ തോമേ. എവിടെ വാ? നരകമാണോ പാതാളമാണോ? കർത്താവേ, പെട്ടി നിർത്തി. ഇനി ചിട്ടി തുടങ്ങാം. സാർ ഈ പേറ്റ് നോവെടുത്ത് കിടക്കുന്ന പെണ്ണുങ്ങളെ പോലെ പറഞ്ഞ് ഞെരിവിരി കൊള്ളാതെ ഈ പരുന്ത് എത്ര തൊടല് പൊട്ടിക്കാന്നറിയാവോ? എന്നാ പേടിക്കാനാ? എന്തുവായാലും മോഷണമല്ലടാ. ഇതാണോടാ മോഷണം? സർക്കാർ പിടിച്ച കള്ളത്തടി. ഈ പള്ളക്കാട്ടി പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 3 എന്നല്ലേ പറയുന്നത്. ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടാ? എടാ, വഴി കിടക്കണോ സ്വർണ്ണമാല, അത് ആദ്യം കാണുന്നവനെ എടുക്കൂ. അത് നമ്മളെടുത്തില്ലെങ്കിൽ പിറകെ വരുന്നത് പള്ളിയിലൊക്കെ എടുക്കും. എന്നോടങ്ങ് പ്രേമമായ ഒരു കാര്യം. പോട്ടെ. ഇയാൾക്ക് വരാൻ കണ്ടൊരു സമയം. ഇത് നമ്മുടെ തടിയാ. എന്ന് വെച്ചാ ഉടമസ്ഥന്റെ തടി. അത് മനസ്സിലായി. വടമെടിന്റെ പൊഴിക്കാട്ട് ടൊടല് അരളി കറുത്ത് മുറിച്ച തൂങ്ങി കിടക്കാന്നുള്ളടാ. ഇന്നപ്പോ പ്ലേറ്റിൽ എന്താ ചെളി വരച്ചിരിക്കുന്നേ? അയ്യോ, അത് തേച്ചല്ല സാറേ, ചെളി തെറിച്ചതാ. ഓടയോ കൊഞ്ഞോന്റെ മോനല്ലടാ. ആരോ വെട്ടിയിട്ട് എന്നോ പിടിച്ചിട്ട തടിയാ. ഇച്ചിരി കാശിന് ആവശ്യം വന്നപ്പോ. അയ്യോ, നിനക്ക് കാശിനാവശ്യോ?
നിന്റെ അപ്പം വലിയ ഗുണശേഖരനല്ലടാ, ന്യായം പറയുന്ന തെളപതി. ഗവൺമെന്റ് ശമ്പളം തരുന്നത് ശർക്കര കൊണ്ട് മേടിക്കാനാണെന്നാ നിന്റെ അപ്പനോട് ചോദിച്ചത്. സർക്കാരിന്റെ ശമ്പളം മേടിച്ചോണ്ട് നിനക്ക് കൂട്ടുകിട്ടാലേ നിന്റെ അപ്പൻ എന്റെ മോറ്റും മേറ്റും വരുത്തേക്കും. സാർ, ഇതാരും അറിയരുത്. ഞാൻ കാശ് മേടിക്കുന്നതിനടാ, കള്ളു കുടിക്കും, പെണ്ണും കുടിക്കും. പക്ഷെ ഒടയോന്റെ മോറ്റെന്ന് മേടിച്ച കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സകല പോലീസുകാരും വെറും ക്ലാപ്പന്മാരായി. പ്ലീസ്. അങ്ങനല്ലേ? നിന്നെ ഇതിന് പിടിച്ച നിന്റെ അപ്പൻ എന്റെ മുമ്പിൽ വന്ന് മുട്ടുകാലെ നിൽക്കും. പോടാ പോടാ പോടാ, വിട്ടുപിടി. അവനെ വിട്ടേക്കരുത്, അവൻ തൊലച്ചു കളയും. അയ്യോ സാർ, നാളെ ലോകം ഇതറിഞ്ഞ എന്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങും സാർ. മുടങ്ങിയ ഞാനേറ്റുള്ളടാ വേ. നമ്മുടാണ് പറയാൻ നിൽക്കുക രണ്ടാമത്തെ വല്ലതും നടക്കണോ വേ? അവൻ പോട്ടാ, അവനെ ആ പുലി പിടിച്ച് തിന്നോളൂ. ഞാൻ കൃഷി ചെയ്യാൻ 6 അടി കുഴിച്ചെന്ന് പറഞ്ഞപ്പോ അപ്പനെ അടക്കാനാണോടാന്ന് ചോദിച്ചു. ഇന്ന് എന്നെ അടക്കാൻ 6 അടി നീളത്തിൽ കുഴി ഒഴിക്കുക. ഇവിടെ മുതുപാറായിട്ടോ ഞാൻ വിടില്ല. അപ്പനെ ഇവിടെ തമ്മിലടിച്ചിട്ടാണ് ഞാൻ കുഴിക്കും. എന്റെ അധ്വാനത്തിന്റെ ആദ്യത്തെ തൂമ്പ അപ്പന്റെ പുത്തൻ കൃഷിക്കകത്ത് ക്ഷവക്കുഴി കുഴിച്ചാണ്ടാട്ടെ. മിണ്ടിപ്പോയത് പെട്ടെന്ന് കയറി നിന്റെ മണ്ടേ കയറിയ പൂസ് തൂമ്പ കൈക്ക് അടിച്ചടക്കും ഞാൻ. എന്റെ മുതലക്കിണറിന്റെ ഉറവയുടെ ഗതി മാറ്റിയവനാ നീ. 8 മൈൽ അപ്പുറത്തുനിന്ന് ടാങ്കർ ലോറിക്ക വെള്ളം ഞാനിപ്പോ കൊണ്ടുവരുന്നത്. എന്തിനാ അപ്പ ടാങ്കർ വെള്ളം? ഈ തടി മുഴുവൻ വെള്ളമല്ലേ? ഞാൻ ചത്ത് ചെയ്യുമ്പോ അപ്പന്റെ മരങ്ങളുടെ വേരുകൾ ആ വെള്ളത്താനെ വലിച്ചെടുത്തോളും. പെങ്ങൾക്ക് എള്ളോളം മണ്ണുണ്ട, മകൾക്ക് ആനത്തലയോളം മണ്ണുണ്ട. മണ്ണുണ്ട വാങ്ങി അവളെ കെട്ടാൻ വർക്കത്തുള്ളൊരു ക്ലാപ്പിനും വരില്ലപ്പാ. അതിന് കാശ് കൊടുക്കണം. ആ കാശ് പാപ്പോയി ഉണ്ടാക്കി. നിന്റെ പൂസ് ഞാൻ ഇപ്പൊ മാറ്റി തരാടാ. അവൻ അപ്പനെ തോപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. വെട്ടി മൂടറ അവനെ. നീ എന്തിനാടി കരയുന്നത്? നിന്റെ ജോമാനുള്ള കാശ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നീയെങ്കിലും പോയി രക്ഷപ്പെട. ഞാനോ പോയടി. ഈ പണം കൊണ്ട് എന്റെ വിവാഹമല്ല നടക്കേണ്ടത്. അപ്പൻ മണ്ണുരുട്ടി കൊടുത്ത ഈ ചമ്മച്ചിയുടെ കയ്യില് എന്റെ പാപ്പി ഈ പണം വെച്ചു കൊടുക്കണം. മോളെ നീ എന്താ ഈ പറയണേ? പാപ്പ ഈ പണം ഉണ്ടാക്കാൻ പെട്ട പെരുമ്പാട് നിനക്കറിയോ? എനിക്കൊന്നും അറിയണ്ട. ഇതേ നടക്കൂ, ഇതേ നടക്കാവൂ. അപ്പം പോയിട്ട് ഇന്ന് 30 വർഷമായില്ലേ. ഏൽപ്പിച്ചവരൊന്നും നോക്കുന്നില്ലെങ്കിലും സാരമില്ല, അത് മതി. ഈച്ചയെന്ന് ആ തേനീ മുഖ്യ വിളി ഇന്നും കാതി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പന്റെ ഈച്ചയ്ക്ക് അത് മതി. മോളെ ഈച്ചേ. ഈച്ചമ്മച്ചേ, വലിയ പാപ്പ ആഗ്രഹിച്ചതുപോലെ ചാക്കോച്ചായന് കൊടുക്കാമെന്ന് പറഞ്ഞ കുറെ പണമുണ്ട്. മണ്ണുണ്ട കൊടുത്തു വിട്ട് ആ കൈ കൊണ്ട് തന്നെ തന്നു വിട്ടാണോ ഈ പണം? അപ്പന്റെ ആണ്ടായിട്ട് ഒരു കുർബാന കൊല്ലാൻ പോലും കാശ് കൊടുക്കാത്തവനാ. ഈച്ചാമ്മച്ചി അതൊന്നും അറിയണ്ട, ഇതങ്ങ് വെച്ചാ മതി. 8 ലക്ഷം രൂപയുണ്ട്. എന്റെ ഈച്ചാമ്മച്ചി, എന്റെ കല്യാണത്തിന് പാപ്പ ബസ് വിറ്റും കടം മേടിച്ചൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതാ. എന്നെ ഇപ്പോ 2 വർഷം കഴിഞ്ഞു കെട്ടിച്ചാലും കുഴപ്പമില്ല. ആ പ്രായത്തിൽ കെട്ടാൻ മനസ്സുള്ളവൻ കെട്ടിയാ മതി. നിന്നെ കെട്ടിക്കാൻ നിന്റെ ആങ്ങള ഉണ്ടാക്കിയ കാശ് എന്തിനാടി എനിക്ക് തരുന്നത്? എനിക്കുണ്ടല്ലോ ഇതുപോലെ ഒരു ആങ്ങള. അങ്ങേര് തരട്ടെ. ഈ സ്വത്തിന്റെ പേരിലുള്ള വഴക്കും വക്കാണോ ഒക്കെ ഒന്ന് തീരട്ടെ.
ഈച്ചാമ്മച്ചിക്ക് കിട്ടേണ്ടതിന്റെ ഒരു ഓഹരിയായിട്ട് ഇതിനെ കണ്ടാ മതി. ഒന്ന് പോടാ ചേർക്ക അവിടുന്ന്. നീ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. ഇവളെ കെട്ടാ ചെക്കയെ നിർത്തിയിട്ട് ഇവളുടെ വീർപ്പ് മുട്ടലും ശ്വാസം മുട്ടലും ഞാൻ കാണണമെന്നോ? എനിക്കൊന്നും വേണ്ട ഈ പണം. എന്റെ മക്കള് പോ. നിങ്ങൾക്ക് ഈ ചമച്ചോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. പോട്ടേടാ മക്കളെ.